നമസ്കാരം. വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ അടുത്ത മതപ്രസംഗവുമായി വീണ്ടും മുജാഹിദ് ബാലുശ്ശേരി. നിരന്തരം വിവാദങ്ങളിൽ ചെന്നു ചാടുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴിതാ ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ബിഗ് ബോസ് സീസൺ 7 റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളായ ലെസ്ബിയൻ ദമ്പതികൾ ആദിലയെയും നൂറയെയും പിന്തുണച്ചതിന്റെ പേരിൽ സൂപ്പർ സ്റ്റാർ മോഹൻലാലിനെ അധിക്ഷേപിക്കുകയാണ് മുജാഹിദ് ബാലുശ്ശേരി ചെയ്യുന്നത്. ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയെയും ഏഷ്യാനെറ്റ് ചാനലിനെയും അദ്ദേഹം പുലഭ്യം പറയുന്നുണ്ട്. ബിഗ് ബോസിലെ ഒരു മത്സരാർത്ഥിയായ വേദാലക്ഷ്മി ആദിലയെയും നൂറയെയും വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് വിമർശിച്ചിരുന്നു. അതിന് മറുപടിയായി വേദലക്ഷ്മിയെ ശക്തമായി താക്കീത് ചെയ്യുകയും നിങ്ങൾ അവരെ വീട്ടിൽ കയറ്റുന്നില്ലെങ്കിൽ കയറ്റേണ്ട, ഞാൻ അവരെ വീട്ടിൽ കയറ്റുമെന്ന് ശക്തമായ മറുപടിയാണ് ബിഗ് ബോസ് മലയാളത്തിന്റെ ആങ്കർ കൂടിയായ മോഹൻലാൽ കൊടുത്തത്. ഇത് കേരളീയ പൊതുസമൂഹം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയും ചെയ്തിരുന്നു. അതോടെയാണ് മോഹൻലാലിനെ രൂക്ഷമായി അധിക്ഷേപിച്ചുകൊണ്ട് ബാലുശ്ശേരി രംഗത്ത് വന്നത്. മോഹൻലാലിനോട് അറപ്പ് എന്നാണ് തുടങ്ങിയത്. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ബിഗ് ബോസ് പോലെയുള്ള മോഹൻലാലിന്റെ പേര് പറയാൻ തന്നെ എനിക്ക് ഒരു അറപ്പ് തോന്നുന്നു. കാരണം വളരെ മോശമായതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായി അദ്ദേഹം മാറി. എന്ത് അവാർഡ് കിട്ടിയിട്ടും കാര്യമില്ല. ലോകത്തിന്റെ സകല പുരോഗതിക്കും എതിര് നിൽക്കുന്ന 2 പെൺകുട്ടികൾക്ക് വേണ്ടി വാദിച്ചയാളാണ് അയാൾ. ലോകത്തിന്റെ പുരോഗതി എന്നേക്കുമായി നിന്നു പോകണമെന്ന്, ലോകത്തിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചുപൂട്ടണമെന്ന്, ലോകത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇനി ഉണ്ടാവരുത് എന്നും വാദിച്ച 2 പെൺകുട്ടികൾ. ലോകത്ത് മനുഷ്യകുലം ഇനി ഒരു 100 കൊല്ലത്തിന് ശേഷം വേണ്ട എന്ന് തീരുമാനിച്ച 2 പെൺകുട്ടികൾ. മുസ്ലിം സമുദായത്തിലെ 2 ഷറുകൾ, അതായത് നാശങ്ങൾ എന്നാണ് ഇതിന് പറയുന്നത്. നാഷണൽ വേസ്റ്റുകൾ, അതിന് പകരം 18-ാം പട്ട തെങ്ങ് വെച്ചാൽ കരുക്ക് കിട്ടും. അങ്ങനത്തെ ജന്മങ്ങൾ, ആ 2 ജന്മങ്ങൾക്ക് വേണ്ടി വാദിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിചാരിക്കും, മോഹൻലാലിന്റെ അച്ഛനും മമ്മൂട്ടിയുടെ ബാപ്പയും കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കുക. മോഹൻലാലും ഉണ്ടാവില്ല, മമ്മൂട്ടിയും ഉണ്ടാവില്ല. ആ കോമൺ സെൻസ് ഇല്ലാത്ത ഒരുത്തനാണ് ബിഗ് ബോസിൽ കിടന്ന് നിരങ്ങുന്നത്. ഫാൻസുകാർ കയറി തല്ലുണ്ടാക്കേണ്ട കേട്ടോ. എന്ത്, മഹാത്മാഗാന്ധിയുടെ അച്ഛനും നെഹ്റുവിന്റെ അച്ഛനും കല്യാണം കഴിക്കുകയായിരുന്നുവെങ്കിൽ ഗാന്ധിയും നെഹ്റുവും ഉണ്ടാവില്ല. ഇത് കോമൺ സെൻസ് ഉള്ളവന് മനസ്സിലാകും. വലിയ ജീനിയസ് ഒന്നും ആവേണ്ട. നൂറയും ആദിലയും എത്ര വർഷം ശ്രമിച്ചാലും കുട്ടികൾ ഉണ്ടാവില്ല. കുട്ടിയില്ലെങ്കിൽ നഴ്സറി ഇല്ല, LKG ഇല്ല, UKG ഇല്ല, RKG ഇല്ല. 2026 മുതൽ ഇന്ത്യയിൽ ആണുങ്ങളും കല്യാണം കഴിക്കുക, പെണ്ണുങ്ങളും കല്യാണം കഴിക്കുക എന്ന് വയ്ക്കുക. ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യന്മാർ ഉണ്ടാവുമോ? അസംബന്ധമായ ഒരു വിവരക്കേടാണിത്. എന്നിട്ട് പറയുക ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റുമെന്ന്. എൻ്റെ വീട്ടിൽ ആരെയും കയറ്റാം, കയറ്റാറുമുണ്ട്. കയറ്റിക്കോ, പക്ഷേ അത് ലോകത്തോട് പറയേണ്ട. അത് മനുഷ്യകുലം ഉൾക്കൊള്ളേണ്ട കാര്യമില്ല. ഏഷ്യാനെറ്റിനൊക്കെ നിങ്ങൾ സൂക്ഷിച്ചോളി. അത്യന്തം അപകടകരമായ ചാനലാണ്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും. എനിക്ക് ഒരു വിഷമവുമില്ല. ഇന്ന് എനിക്ക് സമാധാനപരമായി ഉറങ്ങാം. സത്യം ഉറക്കെ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഒരുത്തനെയും കൂസേണ്ട കാര്യമില്ല. ആരുടെയും ചെലവിലല്ല നാം ഇവിടെ ജീവിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 25 നമുക്ക് കൃത്യമായി മൗലിക പ്രബോധനത്തിനുള്ള അവകാശം തന്നിട്ടുണ്ട്. ആ അവകാശമാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. അത് വിനിയോഗിക്കണം. അത് എടുത്തു കളയുന്ന ഒരു കാലം വിദൂരമല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ്, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം, ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കണം, നന്മയെക്കുറിച്ച് ചിന്തിക്കണം. ഇങ്ങനെയാണ് മുജാഹിദ് ബാലുശ്ശേരിയുടെ വാക്കുകൾ. എന്തായാലും ബാലുശ്ശേരിക്കെതിരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ഇത്തരത്തിൽ വിവാദങ്ങളിൽ ചെന്നു ചാടുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അവരും ചോദിക്കുന്നത്.